സലീമേട്ടന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ ചന്തു അവിടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് മക്കള്, ഒരമ്മ, ബാക്കി ബന്ധുക്കള്, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും അവരുടെ എല്ലാമായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം ഇവരെ തെള്ളി മുന്നോട്ട് ഈ മീഡിയാസും ബാക്കിയുള്ള ആളുകളും വന്ന് നിൽക്കുകയാണ്. സലീം കുമാറിന്റെ സ്വന്തം ഭാര്യയ്ക്ക് പോലും അവിടെ നിൽക്കാൻ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ഇവരൊക്കെ? അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് ബാക്കിലോട്ട് നിൽക്ക്, കേൾക്കുന്നില്ല. ഈ അമ്മയൊക്കെ അവിടെ നിൽക്കുകയാണ്, അമ്മയും പെങ്ങന്മാരും ഒക്കെ അവരെങ്ങനെ തള്ളി ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുവരെ സംഭവിക്കുന്നെങ്കിൽ അപ്പോൾ മൊബൈൽ പിടിച്ച് കളിപ്പിച്ചോണ്ടിരിക്കോ? ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണുന്നല്ലേ രസമല്ലേ? മാനസാക്ഷിയില്ലാത്തമാര്. ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയക്കാരും ഈ കാണാൻ വന്ന ആളുകളും എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. ഈ ഷൂട്ട് ചെയ്യാൻ മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അതൊരു താരത്തിനെ ആയിരിക്കും അവർ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ കാണുമ്പോഴത്തേക്ക് അത് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ മരിച്ചു കിടക്കുന്ന ആ വ്യക്തി, അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരുടെ ഇമോഷൻസിന് ആദ്യം വാല്യൂ കൊടുക്കണം. ഞാൻ ഇപ്പൊ ഈ കാണിച്ച വീഡിയോ എടുത്ത വ്യക്തികളും അതിന്റെ ഒരു പാർട്ടാണ്. മലയാളികൾക്ക് അപമാനമായിട്ട് ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട ബേസിക് മാനേഴ്സ് ഉണ്ട്. അവിടെ ഒരു സന്തോഷം നടക്കുന്ന ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത്. ഒരുത്തന്റെ അച്ഛൻ അത്രയും ആൾക്കാരുടെ വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചവിടെ കിടക്കുകയാണ്. ഞാൻ പോകൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നല്ലേ. ഇവരുടെ ഈ ഒരു തള്ളിക്കയറ്റം കാരണം എന്തിനു പറയട്ടെ, നമ്മുടെ CM വരെ, VD സതീശൻ വരെ ദേഷ്യപ്പെടുകയുണ്ടായി. അല്ല, എനിക്ക് മനസ്സിലാവാത്ത അത്രയും മന്ത്രിമാരവിടെ നിൽക്കുന്ന ഈ പോലീസുകാരൊക്കെ എന്തിനു നിൽക്കുകയാണ്? അവർക്ക് പറ്റില്ല ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചെറുക്കന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ ചങ്ക് പൊട്ടിയാണ് അവിടെ നിൽക്കുന്നത്. അവൻ ദിലീപ് നടന്നു വരുന്ന സമയത്ത് ദിലീപിനെ നോക്കി ചിരിച്ച് കൈ കൊടുക്കുന്ന കുറെ അവന്മാര് അതിന്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം. ഒരുത്തൻ കൈ നീട്ടിക്കൊണ്ട് വരിക, ഈ നാറി. ഇവന്റെ കൈ സാധനം ഇരിപ്പുണ്ട്. ഇവൻ ഓൺലൈൻ മീഡിയ ആണെന്ന് തോന്നുന്നില്ല. ഓൺലൈൻ മീഡിയക്കാരാണെങ്കിൽ കൈ കൊടുക്കാൻ നിൽക്കത്തില്ല, അവര് പകർത്താനല്ലേ നോക്കത്തോളൂ. അവന്റെ തൊലി കണ്ടടാ, മരണ വീടാടാ നാറി. നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം. ഇവിടെ ഇരിക്കുന്ന പുള്ളിയൊക്കെ ഭയങ്കര സിനിമ നടനെ കണ്ട ആ സന്തോഷത്തിൽ മതിമറന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ നടന്നു. നിങ്ങൾ നോക്കി എത്ര ക്യാമറകളാണ്. ഈ പെങ്കൊച്ചൊക്കെ ഓൺലൈൻ മീഡിയ ആണോ? അല്ല, ഒരിക്കലും അല്ല, സാധാരണക്കാരാണ്. സോ ഓൺലൈൻ മീഡിയക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.